ഹായ് ഓൾ. സോ എല്ലാവർക്കും ACBD അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ നേരത്തെ അല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ LDCയുടെയും LPUPയുടെയും എല്ലാം സിലബസും അതിന്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും സിലബസും എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുമായിട്ട് റിലേറ്റഡ് നമുക്ക് വന്നിരിക്കുന്ന മെയിൻ ഒരു ക്വയറിയാണ്. എസ്പെഷ്യലി LPUP ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓൾഡ് SCRTയുടെയും ന്യൂ SCRTയുടെയും എല്ലാ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് പലർക്കും ഉള്ളൊരു സംശയമാണ് അല്ലേ. എന്താണ് നമുക്കിപ്പോൾ ഓൾറെഡി ഈ സിലബസിലും എല്ലാം കാര്യങ്ങളും ചേഞ്ചസ് വന്നപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ഒരു 2 സെറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഓൾഡ് SCRT ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ന്യൂ SCRT ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോൾ ഇതിൽ ഏത് പഠിക്കണം? ഓൾഡ് SCRT പഠിക്കണോ അതോ ന്യൂ SCRT പഠിക്കണോ അതോ ഇത് രണ്ടും പഠിക്കണോ? ഇനി പഠിക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ ഏതാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഇതിനെ കുറേ കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ട് അല്ലേ. ഇപ്പൊ നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിയാം, നേരത്തെ വന്ന് നമ്മൾ കുറേ എക്സാമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റ് SCRTയിൽ നിന്നൊരു സിലബസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് SCRT ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന സിലബസിലെ ഏത് ടോപ്പിക്കിൽ നിന്നും SCRTയിൽ നിന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. നമ്മുടെ മെജോറിറ്റി ക്വസ്റ്റ്യൻസിനും ഇപ്പൊ എന്താണ് വരാം. അത് ഏത് സബ്ജക്ട്, സയൻസ് ആണെങ്കിലും GK ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഈവൻ ലാംഗ്വേജ് ആണെങ്കിലും അതിലെല്ലാം SCRTയിൽ നിന്ന് എന്ത് വരാം, ക്വസ്റ്റ്യൻസ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ പഴയ സിലബസ് അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലേ. അപ്പൊ അവർക്ക് വരുന്ന ഒരു സംശയമാണ്, ഇപ്പൊ ഇത്രയും നാൾ നമ്മൾ ഈ ഓൾഡ് SCRT വെച്ച് പഠിച്ചു, അപ്പൊ ഇത്രയും നാളെ നിങ്ങൾ ഈ പരിശ്രമിച്ച വേസ്റ്റ് ആണോ? അതായത് ഇനി പുതിയ സിലബസ് വന്നപ്പോഴത്തേക്ക് അത് മാത്രം പഠിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളെ നിങ്ങൾ ഈ പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് എന്തിനാണെന്നുള്ള സംശയം കാണും. ആൻഡ് ഈവൻ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കാണും, നമുക്ക് ഈ 2 സെറ്റ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ട കാര്യമില്ല, പഠിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ന്യൂ SCRT വന്നിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് വരും, അത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ഡൗട്ട് ഉള്ളവരുണ്ടായിരിക്കും. ഇനി അതൊന്നുമല്ല, SCRT ഓൾഡും ന്യൂ ഒന്നുമല്ല, ഞങ്ങൾ ഇനി പഠിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, ആദ്യമായിട്ട് പഠിക്കാൻ പോവുകയാണ് എന്നുള്ളവർക്ക് ഈ ന്യൂ SCRT പഠിക്കണോ ഓൾഡ് SCRT പഠിക്കണോ, ഇനി എന്തിനാണ് ഈ SCRT പഠിക്കുന്നത്, എല്ലാം ഭയങ്കര ഡൗട്ടായിട്ട് കിടക്കുകയാണ് അല്ലേ. സോ ആ ഒരു SCRT റിലേറ്റഡ് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. സോ അതിന്റെ എല്ലാ ഡൗട്ട്സും, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മെത്തേഡ് അനുസരിച്ച് ആദ്യം ഏത് പഠിക്കണം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിരിക്കും. സോ എല്ലാവരും എൻഡ് വരെ ഒരു വീഡിയോ കൃത്യമായിട്ട് കാണുക, എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ടു ACBD അക്കാഡമി. സോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓൾഡ് SCRT ന്യൂ SCRT ഏത് വേണം ഏത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൾഡ് ന്യൂ എന്നൊന്നുമില്ല. ഈ ഓൾഡ് ആണെങ്കിലും ന്യൂ ആണെങ്കിലും രണ്ടും നമുക്ക് എന്താണ്, അത്യാവശ്യമാണ് കേട്ടോ. ഓൾഡും വേണം, നമുക്ക് എന്തും വേണം, ന്യൂ SCRT വേണം. അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. നമുക്ക് ഓൾഡ് SCRT വേണം, ന്യൂ SCRT വേണം. നമുക്ക് സിലബസ് മാറി വെച്ചാൽ 2024 അല്ലെ, കഴിഞ്ഞ ഒരു ഇയർ വന്നപ്പോഴത്തേക്ക് ഒരു 2024-25 ഇയർ വന്നപ്പോഴത്തേക്ക് അവിടെ ഏതൊക്കെ സിലബസ് ആയിരുന്നു മാറിയത്? നമുക്ക് ഈ പറഞ്ഞ പോലെ 9th മാറി, 5, 7, 9 സിലബസുകൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വർഷം മാറിയായിരുന്നു അല്ലെ. അതുപോലെ ഈ ഒരു ഇയർ വന്നപ്പോഴത്തേക്ക് 25, 26 വന്നപ്പോഴത്തേക്ക് ഈ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. സിലബസിൽ എന്തുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് 6, 8, 10 ഈ ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു മാറ്റമാണ്. നമ്മൾ ഈ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയത് വരുമ്പോൾ അത് വീണ്ടും പഠിക്കണോ, അത് എക്സ്ട്രാ പഠിക്കുന്ന ഒരു എഫേർട്ട് അല്ലേ. അപ്പോൾ ഇതിൽ 2 എണ്ണത്തിൽ നമ്മൾ ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള സംശയമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത്, ഈ ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്കുകൾ നേരത്തെ എക്സാമുകൾക്ക് പഠിച്ചവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ചത് ഒരിക്കലും എന്തല്ല, വേസ്റ്റ് അല്ല. നിങ്ങൾ ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു അല്ലെങ്കിൽ കൂടുതൽ സമയം അതിനുവേണ്ടി കളഞ്ഞു എന്നുള്ളത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ്, അല്ലെങ്കിൽ സമയം പാഴാക്കിയാണെന്നുള്ള യാതൊരു തോട്ടും വേണ്ട. നിങ്ങൾ ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് മുഴുവനും വായിച്ച ഒരാളാണ്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ന്യൂ SCRT എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കരുതിയാൽ മതി കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല. നിങ്ങൾ ഓൾഡ് SCRT കൃത്യമായിട്ട് വായിച്ച് പഠിച്ച ടോപ്പിക് വൈസ് കവർ ചെയ്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ന്യൂ SCRT എന്ന് പറയുന്നത് ഒരു റിവിഷൻ മാത്രമാണ്. പ്ലസ് എന്ത് ചെയ്യുക, കുറച്ച് ന്യൂ ടോപ്പിക്സ് അതിൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾ 2 വർഷമോ 3 വർഷമോ എടുത്ത് ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് കിട്ടും. കാരണം ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ സിലബസ് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സിലബസ് ചേഞ്ച് അല്ല. ഒരിക്കലും നിങ്ങൾ ഈ പഴയ SCRT മാറിയിട്ട് പുതിയ SCRT ടെക്സ്റ്റ് ബുക്ക് വന്നു എന്ന് പറയുന്നത് എന്തല്ല, അതൊരു ചേഞ്ച് അല്ല, അത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് മാത്രമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ, ന്യൂ SCRTയിൽ വന്നിട്ടുള്ളൂ. അപ്പൊ ആ പുതിയ ടോപ്പിക്കുകൾ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് പഠിക്കുക. നിങ്ങൾ ഈ SCRT ഓൾഡ് കവർ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, വീണ്ടും ഒന്നേ എന്നും പറഞ്ഞ് നിങ്ങൾ ന്യൂ SCRT പഠിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. അത്രയ്ക്ക് സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്കൊന്ന് എന്തായാലും നിങ്ങൾക്ക് ആ ടോപ്പിക് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യേണ്ട എക്സാമിന് മുമ്പ്. ആ റിവൈസ് ചെയ്യുന്നവരെ നിങ്ങൾ ഏത് പഠിച്ചാൽ മതി,
നിങ്ങൾ ന്യൂ SRT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മതി. അതിന്റെ ഗുണമെന്ന് വെച്ചാൽ റിവിഷനും നടക്കും, കൂട്ടത്തിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും. കാരണം എസ്പെഷ്യലി സയൻസിലൊക്കെ എന്ന് വെച്ചാൽ ചാപ്റ്റേഴ്സ് ഒന്നും ക്ലാസ് വൈസ് എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. ഉള്ള ചാപ്റ്റേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ഉള്ള കണ്ടന്റിന്റെ കൂടെ കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് സയൻസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസാണ് എവിടെ വരുന്നത്. ഓൾഡ് SCRT പഠിച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ആകെ ചെയ്യേണ്ടത്, അത് വേസ്റ്റ് ഓഫ് ടൈം ഒന്നുമല്ല, നിങ്ങൾ ഇനി ആകെ ചെയ്യേണ്ട റിവിഷന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പുതിയ SCRT ബുക്ക് വായിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻസ് കൂടെ കിട്ടും എന്നുള്ളൊരു കാര്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഈ പറയുന്ന പോലെ ആദ്യമേ ന്യൂ SCRT ബുക്കാണ്, നിങ്ങൾ ഇപ്പോൾ ഈ വർഷമൊക്കെ സിലബസ് ചേഞ്ച് വന്നതിന് ശേഷം നിങ്ങൾ ന്യൂ SCRT ബുക്ക് വെച്ചിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ന്യൂ SCRT വെച്ചിട്ടാണ് പഠിച്ചു തുടങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇവിടെ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല. ആദ്യമേ നിങ്ങൾ ന്യൂ SCRT ബുക്ക് വെച്ചാണ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ നേരെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേക്ക് പോവുക, ഓൾഡ് SCRTയിലേക്ക് പോവുക. ഓൾഡ് SCRT ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിക്കുക. ഇതും ആക്ച്വലി നിങ്ങൾക്ക് എന്തിൻ്റെ ഒരു ഗുണമേ ചെയ്യത്തുള്ളൂ, ഒരു റിവിഷൻ പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചവരാണ് അല്ലേ. ന്യൂ SCRT എന്ന് പറയുമ്പോൾ പഴയ ടോപ്പിക്ക് കൂടാതെ പുതിയതായിട്ട് വന്ന കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ ചെയ്ത് പഠിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ എവിടെ പഠിക്കാനായിട്ട് വരുന്നുള്ളൂ, ഓൾഡ് SCRTയിലേക്ക് പോകുമ്പോൾ വരുന്നുള്ളൂ. സോ ആ ഓൾഡ് SCRTയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അതിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ആ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. അതിലെ ന്യൂ ടോപ്പിക്സ്, നിങ്ങൾ അതിൽ വന്നിട്ടുള്ള പുതിയ ചാപ്റ്റേഴ്സ്, എസ്പെഷ്യലി സോഷ്യലിലൊക്കെ ആണെങ്കിൽ പുതിയ ചാപ്റ്റേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ ചാപ്റ്റേഴ്സും പുതിയ കണ്ടന്റും വന്നിരിക്കുന്നത്, അത് മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, ഒരു സെപ്പറേറ്റ് റിവിഷൻ അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ന്യൂ SCRTയിലെ മുഴുവൻ ടോപ്പിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാൻ പഠിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങിയ ന്യൂ SCRT ആണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, അത് പഠിച്ചതിന് ശേഷം നേരെ അങ്ങോട്ടേക്ക് പോവുക, ഓൾഡ് SCRTയിലേക്ക് പോവുക. അതിൽ നിങ്ങൾ കണ്ടിട്ടില്ല ന്യൂ SCRTയിലുള്ള ഏതൊക്കെ ടോപ്പിക്കാണ് ഓൾഡിൽ ഇല്ലാത്തത്, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതൊന്നുമില്ല, നിങ്ങൾ ആദ്യമായിട്ട്, നിങ്ങൾ ഇതുവരെ SCRT നിങ്ങൾ പുതിയതായിട്ട് എക്സാംസ് അപ്ലൈ ചെയ്ത ഒരാളാണ്, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓൾഡ് ന്യൂ എന്നുള്ളതിൽ നോക്കില്ല, ഞാൻ എപ്പോഴും നിങ്ങളെ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ചെയ്ത് നോക്കുക, ഓൾഡ് SCRT ആദ്യം ഒന്ന് കവർ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങളിപ്പോൾ അടുത്ത് വരുന്ന എക്സാമ്പിളാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ അടുത്ത് വരുന്ന എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ചെയ്ത് കൊടുക്കുക, ന്യൂ SRTയിലേക്ക് പോവുക. ഉടനെ എക്സാംസ് വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ SCRT എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓൾഡിലേക്ക് പോകുന്നതാണ് നല്ലത്. ആൻഡ് തിരിച്ച് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ട് ഓൾഡ് SCRTയിൽ നിങ്ങൾ ഫ്രഷേഴ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങിയാണ്, ഇനി ഒരു 1 or 2 years അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ എക്സാംസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾഡ് SCRT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, നിങ്ങൾ ഓൾഡ് SCRT നല്ല അടിപൊളിയായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂ SCRTയിലേക്ക് പോകാം. ഇനി ന്യൂ SCRTയിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസ് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഏത് എക്സാം ആണോ എഴുതുന്നത് അതിന്റെ സിലബസ് നിങ്ങൾക്ക് വരുമല്ലോ. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും ആണോ അല്ലെങ്കിൽ മൊത്തത്തിലാണോ എന്നുള്ളത്, ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും വായിക്കണം. എല്ലാ ചാപ്റ്റേഴ്സും SCRTയിൽ വായിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഒരു മെത്തേഡ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സിലബസിൽ തന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്, വിച്ച് മീൻ ജനറൽ ആണെന്നുള്ളത് സോഷ്യലിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇങ്ങനെ ഓരോ ടോപ്പിക്കാണ്. നിങ്ങൾ ഓരോ ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് ആ ഓരോ ടോപ്പിക് വൈസ് വരുന്ന അവിടുത്തെ ഹോട്ട് ടോപ്പിക്സ് ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഓരോ ഹോട്ട് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഓരോ ചാപ്റ്റേഴ്സ് SCRTയിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം, നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡിലാണ് എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. സിലബസ് എടുക്കുക, ഹോട്ട് ടോപ്പിക്സ് എടുക്കുക, അത് ഓരോ ടോപ്പിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് ചാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത എക്സാംസ് വരുമ്പോഴത്തേക്ക് ആ ഒരു ഓർഡറിൽ പഠിച്ചു തുടങ്ങുക. അല്ലാതെ ഓരോന്നോരോന്നായിട്ട് പഠിക്കുന്നതിനേക്കാളും എപ്പോഴും എഫക്റ്റീവ് ടോപ്പിക് വൈസ് ചാപ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് എന്താണ് പഠിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേണോ, ഓൾഡും വേണം ന്യൂവും വേണം. നിങ്ങൾ ഏതിലാണ് പഠിച്ചു തുടങ്ങിയെങ്കിലും, നിങ്ങൾ ആദ്യം ഓൾഡ് ആണ് പഠിച്ചതെങ്കിലും ആദ്യം ന്യൂ ആണ് പഠിച്ചെങ്കിലും അതേ മെത്തേഡിൽ നിന്നുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കവർ ചെയ്യാൻ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി മാത്രം എന്ത് ചെയ്താൽ മതി, എക്സാമിന് പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. സോ ഇനി അങ്ങോട്ട് വരുന്ന എക്സാംസിനെല്ലാം ഈ ഒരു SCRT ടോപ്പിക്ക് കൃത്യമായിട്ട് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അപ്കമിങ് എക്സാംസ് ആയിട്ടുള്ള ഒരു കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ ബാച്ച് ഇവിടെ ASFB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പലപ്പോഴും ചലഞ്ച് ആയിട്ട് വരുന്ന ന്യൂ SRT സിലബസ് ആണ്. സോ ഈ ന്യൂ SRT സിലബസ് അനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് നിങ്ങളുടെ ഒരു ആപ്പ് ത്രൂ അവൈലബിൾ ആകുന്നതായിരിക്കും.
സോ നിങ്ങൾക്ക് ഏതിനാണോ, അപ്പോൾ നമ്മുടെ ഒരു കമ്പനി ബോർഡിൽ ജസ്റ്റ് ഈ ഒരു കോഴ്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫെസിലിറ്റീസ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ലൈവായിട്ടും റെക്കോർഡ് സെക്ഷൻസ് ആയിട്ടും നമുക്ക് ഈ ഹോട്ട് ടോപ്പിക്സ് കൂടാതെ SCRT വൈസ് ചാപ്റ്റേഴ്സും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു പേഴ്സണലൈസ് സ്റ്റഡി പ്ലാൻ മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ അനലൈസിസ് നിങ്ങൾക്ക് തന്നെ നടത്തുന്നതിന് വേണ്ടി ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഡെയിലി മോക്ക് സെക്ഷൻസും എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ACB അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്, അത് ത്രൂ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. സോ മാക്സിമം ഈ ഒരു ചാൻസ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നവരെല്ലാം നോക്കുക. സോ SCRTയുടെ കൂടുതൽ ടോപ്പിക്സും റിലേറ്റ് ചെയ്ത കണ്ടന്റ്സും എല്ലാമായിട്ട് ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നതായിരിക്കും. സോ അതിൽ നിങ്ങളുടെ ഫർദർ ഡൗട്ട്സ് എല്ലാം അതിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ ഇനി നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.